ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഇന്ന് 9 ഡിഗ്രിയാണ് കേട്ടോ. വൈകുന്നേരമായി, ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പതുക്കെ ഷോപ്പിങ്ങിന് വന്നതാണ്. മഴയൊക്കെ ആയിരുന്നു, ഇപ്പം അതൊക്കെ മാറി കുറച്ച് നല്ല ക്ലൈമറ്റ് ആയിട്ടുണ്ടെങ്കിലും ബിറ്റർ കോൾഡാണ്. അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് ടൈം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കാറിലിരുന്ന് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഹസ്ബൻഡ് അങ്ങോട്ട് സാധനങ്ങൾ വാങ്ങാനായിട്ട് പോയി. അപ്പോൾ ആ കുറച്ച് സമയം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മെയ്റ്റ്സ് വിസ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ നവംബർ 1 മുതൽ ഡിസംബർ ലാസ്റ്റ് വരെയാണ് അതിൻ്റെ ടൈം. ആ ഡിഗ്രി ഹോൾഡേഴ്സിന്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനൊക്കെ ആ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് IELTS വേണം. ഓവറോൾ 6ഉം IELTSൻ്റെ സ്കോർ വേണ്ടത്. അപ്പോൾ എല്ലാവരും ആ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം കേട്ടോ. എങ്ങനെയാണ് നമുക്കൊരു ചാൻസ് കിട്ടുന്നതെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന അവസരം നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. മെയ്റ്റ്സ് വിസയെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കിവിടെ നോക്കാം. ഓസ്ട്രേലിയൻ ഗവൺമെൻറ് റീസെൻ്റായിട്ട് ഇന്ത്യയുമായിട്ട് ഒപ്പുവെച്ച ഒരു ട്രീറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിസ കൊടുക്കുന്നത്. ഒരു വർഷത്തിൽ ഏകദേശം 3000 ഫ്രഷ് ഗ്രാജുവേറ്റ്സിനാണ് 403 മെയ്റ്റ്സ് വിസ ഗ്രാൻഡ് ചെയ്യുന്നത്. ഇത് ഒരു ബാലറ്റിലൂടെയാണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത്. ഇതിന് എലിജിബിളായിട്ടുള്ള 100 യൂണിവേഴ്സിറ്റികളെക്കുറിച്ച് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ആ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച റീസെൻ്റായിട്ടുള്ള ഗ്രാജുവേറ്റ്സിനും അതിന് മുകളിലുള്ളവർക്കും ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. ഇത് ഓസ്ട്രേലിയയിലേക്കുള്ള ഒരു ടെമ്പററി മൈഗ്രേഷൻ വിസയാണ്. സ്പോൺസർഷിപ്പിൻ്റെ ആവശ്യമേ ഇല്ല. ഇന്ത്യൻസിന് ഓസ്ട്രേലിയയിലെത്തി 2 വർഷം ജോലി ചെയ്യാനും അവിടെ താമസിക്കാനും പിന്നീട് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റിലേക്ക് നീങ്ങുവാനും ഉള്ളൊരു വിസയാണ് ഇത്. ഈ വിസയ്ക്ക് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്കിവിടെ നോക്കാം. ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. IELTS ഓവറോൾ 6ഉം ഇൻഡിവിജ്വൽ 5ഉമാണ് ഇതിൻ്റെ മറ്റൊരു യോഗ്യത. 30 വയസ്സ് വരെയുള്ളവർക്ക് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഡിഗ്രി ഉള്ളവർക്കാണ് ഇതിവിടെ അപ്ലൈ ചെയ്യാനുള്ള അനുവാദമുള്ളത്. അതുപോലെ ഏതെല്ലാം മേഖലകളിലാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, റിന്യൂവബിൾ എനർജി, അഗ്രികൾച്ചറൽ ടെക്നോളജി, മൈനിങ്, ഫിനാൻഷ്യൽ ടെക്നോളജി, എൻജിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇത്രയും മേഖലകളിൽ യോഗ്യതയുള്ളവർക്കാണ് മെയ്റ്റ്സ് വിസ നൽകുന്നത്. ഇതിനു മുമ്പുള്ള മെയ്റ്റ്സ് വിസ സ്കീമിൽ പങ്കെടുക്കാത്തവരായിരിക്കണം പുതിയ മെയ്റ്റ്സ് വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത്. സ്പോൺസർഷിപ്പിൻ്റെ ആവശ്യമേ ഇല്ല. അതുപോലെ ഓസ്ട്രേലിയയിലെ വർക്ക് എക്സ്പീരിയൻസ് നേടാനുള്ള ഒരു അവസരം കൂടി ഇന്ത്യൻസിന് കിട്ടുന്നുണ്ട്. 2 വർഷം ഓസ്ട്രേലിയയിൽ താമസിക്കാനുള്ള പെർമിഷനും ഈ വിസ പ്രകാരം കിട്ടുന്നുണ്ട്. വീട്ടിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് $25 ഫീസ്. ഈ ഫീസ് നിങ്ങൾക്ക് തിരികെ കിട്ടുന്നതല്ല. ഇനി രജിസ്ട്രേഷൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നമുക്കിവിടെ നോക്കാം. ആദ്യം മെയ്റ്റ്സ് വിസയ്ക്ക് എന്തെല്ലാം എലിജിബിലിറ്റി ഉണ്ടെന്ന് നിങ്ങളിവിടെ ചെക്ക് ചെയ്തിരിക്കണം. ഒരു വാലിഡ് ആയിട്ടുള്ള ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. പിന്നീട് നിങ്ങളൊരു ഇമിഗ്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്യണം. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം അഫെയേഴ്സിൻ്റെ വെബ്സൈറ്റ് എടുത്താലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ കിട്ടും. ആരൊക്കെയാണ് എലിജിബിളെന്ന് അതിവിടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെല്ലാമാണ് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആവശ്യമുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്, അതുകൂടാതെ വിസയുടെ കോസ്റ്റ് എത്രയ്ക്കാണ്, അത് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്നാണ് അവസാനിക്കുന്നത്, ഇതെല്ലാം ഇവിടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ലിങ്ക് എടുത്ത് എല്ലാവരും എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് മനസ്സിലാക്കിയ ശേഷം മെയ്റ്റ്സ് വിസയ്ക്ക് അപ്ലൈ ചെയ്യട്ടോ. എല്ലാവർക്കും ഈ വിസ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇന്ന് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ. See you. Bye.